ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്നൊരു ചിക്കൻ കുറുമയുടെ റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല അടിപൊളി ഒരു ഐറ്റമാണ്. അപ്പത്തിൻ്റെ കൂടെയോ നാനിൻ്റെ കൂടെയോ ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു കുറുമയുടെ റെസിപ്പിയാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കാം. അതിന് മുന്നേ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടോടെ ചെയ്തേ. അപ്പോൾ ഞാൻ ഒരുപാട് വാചകം അടിക്കാതെ നമ്മൾ റെസിപ്പിയിലോട്ട് കിടക്കുകയാണ്. അപ്പോൾ ഇത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഒരു പാൻ ഒന്ന് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നെയ്യാണ് കേട്ടോ. അപ്പോൾ ഓയിലിലും ഇത് ഉണ്ടാക്കിയെടുക്കാം, ബട്ടറിൽ ഉണ്ടാക്കിയെടുക്കാം. നെയ്യിൽ കുറച്ചും കൂടി ടേസ്റ്റാന്ന് തോന്നിയിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ നെയ്യ് ഉപയോഗിച്ചത്. ഇനി അതിലേക്ക് ഒരു ചെറിയൊരു സവാളയാണ് ഒന്ന് നീളത്തിൽ അരിഞ്ഞ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരുപാട് വലിയ സവാളയൊന്നും ആവശ്യമില്ല കേട്ടോ. ഇനി ഒരു 3 പച്ചമുളക് എടുത്ത് നീളത്തിൽ നെടുകെ കീറി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഈ സവാളയൊക്കെ ഒന്ന് വെന്ത് കിട്ടിയാൽ മതി. ഒരുപാട് നേരോട്ട് വഴറ്റി കളറൊന്നും മാറ്റണ്ട. സാധാരണ ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കുന്നതിലും എത്ര എളുപ്പമാണെന്നറിയോ ഈ ഒരു കുറുമ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതാണ്ട് ഇതുപോലെ നന്നായിട്ട് ഒന്നങ്ങ് മിക്സാക്കി എടുക്കാം. അപ്പം നിങ്ങൾക്ക് ഇത് തന്നെ കുക്കറിൽ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പം ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1 ടീസ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റാണ്. അത് ചേർത്ത് കൊടുക്കാം. സവാള ജസ്റ്റ് വെന്ത് വന്നതേ ഉള്ളായിരുന്നു, ഒരുപാടങ്ങ് കളറൊന്നും മാറിയിട്ടില്ല. അപ്പോൾ അതാണ്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുമ്പോഴേക്കും ഇനി ഇതിലേക്ക് നമുക്കൊരു ചെറിയ തക്കാളി, അതായത് എൻ്റെ കയ്യിൽ അത്യാവശ്യം വലിയൊരു തക്കാളി ആയിരുന്നു ഉള്ളത്, അതുകൊണ്ട് ഞാൻ അതിൻ്റെ പകുതി മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ തക്കാളി ഒരുപാട് ഇതിലേക്ക് ചേർക്കേണ്ട ആവശ്യമില്ല. ഇനി ഇതിലേക്ക് ഒരു 2 ക്യാരറ്റ് ഇതുപോലെ നരഞ്ഞെടുത്തതാണ്. ഇനി ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം ഞാൻ 2 ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഉരുളക്കിഴങ്ങ് ഇതിലേക്ക് കടിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ടാണ് 2 എടുത്തത്. അപ്പം നിങ്ങളുടെ പാകത്തിന് എടുത്താൽ മതി, ഒരെണ്ണം എടുത്താലും മതിയാവും കേട്ടോ. അപ്പം നന്നായിട്ട് ഒന്നങ്ങ് മിക്സാക്കി കൊടുക്കാം ഇതെല്ലാം കൂടെ. ഇപ്പോൾ ദാണ്ട് ഇതുപോലെ നന്നായിട്ട് ഒന്നങ്ങ് മിക്സാക്കി എടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് എരിവിന് വേണ്ടിയിട്ട് ഒരു 1.5 ടീസ്പൂണൊക്കെ കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതങ്ങോട്ട് ഇട്ട് കൊടുക്കാം. വീണ്ടും ഒന്നും കൂടെ നന്നായിട്ട് എല്ലാം കൂടെ മിക്സാക്കി എടുക്കാം. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഇനി വേറെ പൊടികളൊന്നും ചേർക്കുന്നില്ല. അപ്പോൾ ദാണ്ട് നന്നായിട്ട് മിക്സാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് ഒന്നങ്ങ് മിക്സാക്കി എടുത്തിട്ട് ഇനി ഇതിലേക്ക് നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്ന നമ്മുടെ ചിക്കൻ ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം. ചിക്കൻ കുറച്ച് മാത്രമേ ചേർക്കുന്നുള്ളൂ. അപ്പം ചിക്കൻ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. അപ്പം എല്ലില്ലാത്ത ചിക്കൻ വേണമെന്നൊന്നുമില്ല, എല്ലോട് കൂടി തന്നെ ചേർക്കാം, അതൊന്നും കുഴപ്പമില്ല ഇതിന്. അപ്പം ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് അതും കൂടെ അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി വീണ്ടും എല്ലാം കൂടെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. ആ ചിക്കനും വെജിറ്റബിൾസും എല്ലാം കൂടെ നന്നായിട്ട് ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് തേങ്ങാപ്പാലാണ് കേട്ടോ. അപ്പം നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലൊന്നും വേണ്ട, 2-ാം പാലോ 3-ാം പാലോ എങ്ങാനും ചേർത്താൽ മതി. അപ്പം ഞാൻ കുറച്ച് തേങ്ങാപ്പാൽ എടുത്തിട്ട് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് മിക്സ് ആക്കി കുറച്ച് ലൂസാക്കി എടുത്തതാണ്. അപ്പോൾ അത് നന്നായിട്ടൊന്നങ്ങ് മിക്സ് ആക്കി എടുക്കാം. കട്ടിയുള്ള തേങ്ങാപ്പാലിൻ്റെ ആവശ്യമില്ല കേട്ടോ. അപ്പോൾ നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് ഇനി നമുക്ക് ഇതൊന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. ചിക്കനൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടണം, വെജിറ്റബിൾസും എല്ലാം നന്നായിട്ട് വെന്ത് കിട്ടണം. അപ്പം ഞാനൊന്ന് അടച്ച് വെക്കുന്നുണ്ട്, ഒരു 15 മിനിറ്റ് അങ്ങനെ ഇരിക്കട്ടെ. ആ ഒരു സമയം നമുക്കൊരു ചെറിയ അരപ്പൊന്ന് റെഡിയാക്കണം. അതിന് ഒരു മിക്സിയുടെ ജാറൊന്ന് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു 3/4 കപ്പോളം തേങ്ങ ചിരകിയതാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് കുറച്ച് സ്പൈസസ് ഒക്കെ ഒന്ന് ചേർത്ത് കൊടുക്കണം. ആദ്യം ഒരു 2 പീസ് പട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 2 ഏലക്ക ചേർത്ത് കൊടുക്കാം. ഒരു 2 പീസ് ഗ്രാമ്പു ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി 1 ടീസ്പൂൺ വലിയ ജീരകമാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറിയ ജീരകം കൂടെ ചേർക്കാം. പക്ഷേ എനിക്ക് ഈ ഒരു കറിക്ക് ചെറിയ ജീരകത്തിൻ്റെ ഒരു ടേസ്റ്റ് അത്ര ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാൻ ചേർക്കുന്നില്ല. ഇനി ഇതിലേക്ക് കുറച്ച് കാഷ്നട്ടും ചേർത്തിട്ട് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് ഇതുപോലെ പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുത്തിട്ട് മാറ്റി വെക്കാം. ഇപ്പോൾ ദാണ്ടെ ഒരു 15 മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കൊന്ന് ഓപ്പൺ ആക്കാം. ആണ്ടേ നമ്മുടെ ചിക്കനൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ആ വെജിറ്റബിൾസും എല്ലാം വെന്ത് വന്നിട്ടുണ്ട്. നമ്മൾ ഒഴിച്ചു കൊടുത്ത തേങ്ങാപ്പാലൊക്കെ കുറച്ച് വറ്റി വന്നിട്ടുണ്ട് കണ്ടോ.
ചിക്കനകത്തു നിന്നും കുറച്ച് വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ടായിരുന്നു, അതും വറ്റിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു സമയം ഈ ഉരുളക്കിഴങ്ങൊക്കെ ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കുന്നുണ്ട്. എല്ലാ ഉരുളക്കിഴങ്ങും ഉടച്ചൊന്നും കൊടുക്കണ്ട, കുറച്ചിങ്ങനെ ഒന്ന് ഉടച്ച് കൊടുക്കുമ്പോഴേക്കും കറിക്ക് നല്ലൊരു ടേസ്റ്റും ഒരു പ്രത്യേക തിക്നെസ്സും ഒക്കെയാണ്. അപ്പം ഇടയ്ക്ക് നിങ്ങൾ ഇങ്ങനെ ഉടച്ചു കൊടുക്കാൻ താല്പര്യമില്ലാത്തവരാണെങ്കിൽ പോലും 2-3 കഷ്ണമെങ്കിലും ഒന്ന് ഉടച്ചു കൊടുത്ത് ചെയ്ത് നോക്കൂ, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ എല്ലാം ഒന്നും ഉടച്ചു കൊടുത്തിട്ടില്ല. ഇനി നമുക്കിതിലേക്ക് നമ്മൾ അരച്ച് വെച്ചേക്കുന്ന ആ ഒരു പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്തിട്ട് ആ മിക്സിയുടെ ജാറിൽ തന്നെ കുറച്ച് വെള്ളവും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരുപാട് വെള്ളമൊന്നും ചേർക്കണ്ട, ഒരു അരക്കപ്പോളം വെള്ളം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. ഇതുപോലെ നന്നായിട്ട് ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സമയം ഉപ്പിൻ്റെ ആവശ്യം വല്ലതും ഉണ്ടെങ്കിൽ നോക്കിയിട്ട് ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ എനിക്ക് ഉപ്പ് ഒന്നും വേണം തോന്നിയിട്ടില്ല. അപ്പം ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടെ ഞാനൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഫൈനലി കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ജസ്റ്റ് വീണ്ടും ഒന്നുകൂടെ അങ്ങ് മിക്സാക്കി കൊടുക്കാം. ഇത് ഒന്ന് മിക്സ് ആക്കിയിട്ട് ഇനി ഒരുപാട് നേരം ഇട്ട് തിളപ്പിക്കുകയൊന്നും ചെയ്യരുത്, ജസ്റ്റ് ഒന്ന് തിളച്ച് വന്നാൽ മതി. അപ്പോഴേക്കും നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. അപ്പോൾ ചെറുതായിട്ട്, അതായത് ജസ്റ്റ് ഒന്ന് തിളച്ച് വരട്ടെ, ഒരുപാട് സമയത്ത് തിളപ്പിക്കരുത്. അപ്പോൾ ദാണ്ടെ ഇത് ഇങ്ങനെ ഒന്ന് തിളച്ച് വന്നാൽ മതി. അപ്പോഴേക്കും നമ്മുടെ കറി ഇവിടെ സെറ്റ് ആയിട്ടുണ്ടാകും. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കുറുമയാണ് കേട്ടോ. ചിക്കൻ ഒരു വട്ടം ഇങ്ങനെ കുറുമ ഉണ്ടാക്കുകയാണെങ്കിലേ ശരിക്കും പറഞ്ഞാൽ നമുക്കിത് വീണ്ടും വീണ്ടും ഉണ്ടാക്കാൻ തോന്നും. നല്ല ടേസ്റ്റിയാണ് കേട്ടോ. അത് തന്നെയല്ല, ഒരു പ്രത്യേക മണമാണ് കേട്ടോ ഇത് ഉണ്ടാക്കുമ്പോഴേക്കും. നല്ലൊരു മണമൊക്കെ അങ്ങോട്ട് വന്നു തുടങ്ങും. ഇത് ചപ്പാത്തിൻ്റെ കൂടെയോ പൂരിൻ്റെ കൂടെയോ അപ്പത്തിൻ്റെ കൂടെയോ നാനിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല അടിപൊളിയാണ് കേട്ടോ. നോമ്പ് സമയത്തൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ, എന്തായാലും ഇഷ്ടമാവും. അപ്പോൾ ഞാനിവിടെ ഫ്ലെയിം ഓഫ് ആക്കുകയാണ്. അപ്പോൾ നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ കുറുമ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയാൻ മറക്കരുത്. അതുപോലെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിലേ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് ഇനി ഒരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.